പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കുവാമേ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ 50 നോമ്പാചരണമൊക്കെ നടന്നു, എല്ലാം കഴിഞ്ഞു. ഈസ്റ്റർ മഹത്വത്തോടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ വലിയ പെരുന്നാളും നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ തീരുന്നതല്ല, ഓർമ്മ വേണം. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ദിവസവും നമ്മുടെ മനസ്സിൽ ക്രിസ്തു ജനിക്കണം, ഒരു ദിവസത്തേക്കുള്ളതല്ല. ദിവസവും നമ്മുടെ ആയുഷ്കാലം മുഴുവനും ദിവസവും ഉള്ളതാണ് ക്രിസ്തുമസ്. അതുപോലെ തന്നെ ഈസ്റ്ററും നമ്മൾ ദിവസവും നമ്മളെ പാപം ലോകത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ ഇടപെടലുകളിലുമൊക്കെ ഇടപെട്ട് നമ്മളുടെ പാപമാലിന്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ആ മരണത്തിൽ നിന്ന് നമ്മൾ ദിവസവും ഉയർത്തെഴുന്നേൽക്കുകയാണ് ക്രിസ്തുവിനോടുകൂടി. അപ്പോൾ ആ ഉയർപ്പ് ഒരു ദിവസം ഉള്ളതല്ല, ഒരു നേരം ഉള്ളതല്ല, നമ്മുടെ ജീവപര്യന്തം ഉള്ളതാണ്. അത് ഓർമ്മ വേണം. അപ്പോൾ നമ്മളിതൊക്കെ ആചരിക്കുന്നു, ഭംഗിയായിട്ടെല്ലാം വന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു അവലോകനം ചെയ്യാം. നമുക്കൊരു അതല്ല നല്ലത്, നമ്മുടെ ഈ 50 ദിവസക്കാലത്തെ ഈ കാര്യാചരണങ്ങളെല്ലാം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ആത്മശോധന ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മൾ ഇനിയും എന്തുമാത്രം മെച്ചപ്പെടാനുണ്ട് ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഇനി അതിൽ താഴോട്ട് പോകാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കാം. ചെറിയ കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം. 1.5 മണിക്കൂർ എടുക്കേണ്ടി വരും, 2 മണിക്കൂറൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനില്ല, നമുക്ക് അല്പസമയം കൊണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 50 ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് ഉപവാസ പ്രാർത്ഥനകൾ, കൺവെൻഷനുകൾ, ചെറിയ കൺവെൻഷനുകൾ ഇതൊക്കെ നടന്നു. വലിയ കൺവെൻഷനുകൾ നടന്നു. ഇതെല്ലാം അതിന് മുൻപായിട്ടൊക്കെ നടന്നു, ഈ സമയത്തും നടന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പങ്കെടുത്തു. അപ്പോൾ എന്തുമാത്രം ആത്മീയ ഉന്നതി നേടിയവരാണ് നമ്മൾ, അഭിവൃദ്ധി പ്രാപിച്ചവരാണ് ആത്മീയമായിട്ട്. ആദ്യകാല ശിഷ്യരെ പോലെ, ആദ്യകാല വിശ്വാസികൾ, ശിഷ്യരെന്നാണ് അന്നത്തെ സംബോധന. അപ്പോൾ അതുപോലെ നമ്മളും ആയിത്തീർന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അങ്ങനെ വേണമെന്നാണ്. അത് നമ്മളായിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമ്മൾ അതിനാണ് ഒരു ആത്മശോധന ചെയ്ത് നോക്കണം. അപ്പോൾ ദൈവത്തിന് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള ഈ ധ്യാനത്തിനൊക്കെ നമ്മൾക്ക് ഈ 50 നോയമ്പ് കാലത്തിന് നമുക്ക് ഭംഗിയായിട്ട് ആചരിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിച്ച പരിശുദ്ധാത്മാവിന്, ദൈവത്തിന്, സകല വിശുദ്ധന്മാരുടെയും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെയും പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾക്ക് നന്ദിയോടെ നമ്മളെപ്പോഴും ഓർത്ത് നമ്മൾ അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഒന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മൾ ഈ ഉപവാസ ഈ നോയമ്പ് കാലത്ത് നമ്മൾ എന്തെല്ലാം സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്തു, നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ സൽപ്രവൃത്തികൾ, നന്മ പ്രവൃത്തികൾ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ എന്നുള്ളത് നോയമ്പ് കാലത്ത് പറയുന്നതാണ്. അത് നമുക്കുള്ളത് ഇല്ലാത്ത മറ്റുള്ളവർക്കൂടെ നമുക്ക് അധികമുള്ളത് കൊടുത്തിട്ടുണ്ടോ? അധികമില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ളത് ഉണ്ട്, അധികം ഒട്ടുമില്ല എങ്കിലേ തന്നെ അതിലും കുറച്ചെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അത് ആത്മശോധന ചെയ്യുമ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നോയമ്പ് കളവായിപ്പോയി. പക്ഷേ യാക്കോബ് പറയുന്ന പോലെ കള്ള നോയമ്പ് ആയിപ്പോയി. മനുഷ്യരെ പറ്റിച്ചു, ദൈവത്തെ പറ്റിച്ചു. മതാധികാരി നമ്മളെ ഇപ്പം അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയൊക്കെ മുൻപിൽ നമ്മൾ നല്ല പിള്ളേരായിട്ട് ചമഞ്ഞു. അപ്പോഴേ എത്ര 3 പാപമായി. മറ്റുള്ളവരെ പ്രേരിപ്പിക്കും, ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, വെളിയിൽ ഇങ്ങനെ കാണിച്ചാൽ മതി എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാകും. 4 പാപം നമ്മൾ ചെയ്തു. അങ്ങനെ ആ രീതിയിലാകരുത് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ, എന്താണ് ഈ പാവങ്ങൾ തെറ്റുകളെല്ലാം തിരുത്താനുള്ള സംവിധാനവും നമുക്കുണ്ടല്ലോ. തിരുത്തി മുന്നോട്ട് പോകണം. അല്ല ആ തിരുത്തിയിട്ട് പിന്നെ പഴയതുപോലെ പോകാനുള്ളതല്ല. പിന്നെയും മറ്റുള്ളവരുടെ സൽപ്പേരിന്, സൽകീർത്തി, ഇതിനെല്ലാം
നമ്മളെ എന്തെങ്കിലും കോട്ടം തട്ടിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ അവരെ ജീവൻ അപഹരിക്കുന്നതിന് പകരം അവരുടെ സൽകീർത്തി, അവരുടെ സൽപ്പേരുകളെല്ലാം നശിപ്പിക്കുക, കൊല ചെയ്യുകയാണ്. അപ്പോൾ കൊല ചെയ്ത കുറ്റം ഉണ്ടായിട്ടുണ്ടോ? അതിനുവേണ്ടി അതായത് പരദൂഷണം പറഞ്ഞ്, ഏഷണി പറഞ്ഞ്, ഉള്ള കാര്യങ്ങൾ, അല്പമുള്ള കാര്യങ്ങൾ പർവ്വതീകരിച്ച് മറ്റുള്ളവരോടും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വലിയ തെറ്റാണ്. ഇതൊക്കെ ഒരു ആത്മശോധനയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മളിതൊക്കെ അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. നോയമ്പ് കഴിഞ്ഞു, ഈസ്റ്റർ വലിയ പെരുന്നാളും കഴിഞ്ഞു, എന്നിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു. പിന്നെയും അല്ലെങ്കിൽ ശങ്കരൻ തെങ്ങയിലായി പോകും. പിന്നെയും ശങ്കരൻ തെങ്ങ തന്നെ പിന്നെയും കയറി ഇറക്കി വിട്ട് മോഷ്ടിക്കാൻ കയറി ഇറങ്ങി ശങ്കരനെ ഇറക്കി വിട്ടിട്ട് അവൻ പിന്നെയും കയറിയിരിക്കുകയാണ്. പിന്നെയും ചെന്നപ്പം പിന്നെയും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നമ്മളിപ്പോൾ പിശാച് നോക്കുമ്പം ദൈവം നോക്കുമ്പോൾ വീണ്ടും നമ്മൾ പിശാചിൻ്റെ കൂടെ ആയിപ്പോയി, അവൻ്റെ താവളത്തിലായിപ്പോയി എന്ന് വരും. അങ്ങനെ വരരുത്. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ദോഷമായിട്ടുള്ള ചിന്തകളോ അഭിപ്രായങ്ങളോ നമ്മൾക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടോ, സൂക്ഷിച്ചിട്ടുണ്ടോ? വലിയ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ, ഈസ്റ്റർ ആണല്ലോ നമ്മുടെ വലിയ പെരുന്നാൾ, അത് കഴിഞ്ഞപ്പോൾ പിന്നെയും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടോ? പിന്നെയും മനസ്സിലെങ്ങനെ കിടക്കണോ? തൽക്കാലം ഈ 50 ദിവസം കഴിഞ്ഞോട്ടെ, ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളും കഴിഞ്ഞോട്ടെ എന്നുള്ളത് പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും അവിടെ വെച്ചിട്ടുണ്ടോ? ബാക്കി ഉണ്ടെങ്കിൽ അത് പാപമാണ്. നോയമ്പ് കള്ള നോയമ്പായിപ്പോയി, നോയമ്പ് മുഴുവനും പോയി. അവൻ പണിയുകയും ചെയ്യുന്നു, യാക്കോബ് പറയുന്നു, വിശുദ്ധ യാക്കോബ് പറയുന്നു, എങ്ങനെ പണിയുകയും ചെയ്യുന്നു, പൊളിക്കുകയും ചെയ്യുന്നു. വല്ല ഫലവും ഉണ്ടോ? പണിഞ്ഞു, പൊളിച്ചു, വീണ്ടും പണിയുന്നു, വീണ്ടും പൊളിക്കുന്നു, ഓരോ ദിവസവും അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. നിരുപാധികം എല്ലാവരെയും പകരം നമ്മൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിരുപാധികം, ഒരു ഉപാധികളുമില്ലാതെ സ്നേഹിക്കാൻ. വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ സ്നേഹത്തിന് ഒരു ദുരുദ്ദേശങ്ങളും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല സ്നേഹമുള്ളവൻ സ്നേഹത്തിൽ. അവൻ സ്നേഹത്തിൽ തന്നെയായിരിക്കും, ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ ആ സ്നേഹത്തിൽ തന്നെയായിരിക്കും. അങ്ങനെ ആയിരുന്നോ നമ്മുടെ നോയമ്പ്? അപ്പോൾ നിരുപാധികം നമ്മൾക്ക് എല്ലാവരെയും ഇങ്ങോട്ട് ഉപാധികളൊക്കെ എന്താവും, എനിക്ക് അങ്ങോട്ട് ചെയ്താൽ എനിക്ക് ഇങ്ങോട്ട് നിന്നും കിട്ടണം, ഒന്ന് ചെയ്താൽ എനിക്ക് 2 കിട്ടിയില്ലെങ്കിൽ ആ ഒന്നെങ്കിലും എനിക്ക് തിരിച്ച് അല്പം കൂടെ കൂടുതൽ കിട്ടാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെ ഉള്ളവരെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളായിട്ട് കണ്ടത്. അങ്ങനെയാണോ നമ്മൾ ചെയ്തത്? മിക്കവാറും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ അതൊന്നും എടുത്ത് പറയണ്ടല്ലോ, നമ്മൾ ആത്മശോധനയാണ്. അങ്ങനെയാണോ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ കള്ളനോമ്പായി പോയില്ലേ, ഇത് വലിയ പാപമാണ്. പിന്നെ അപ്പോൾ ആ ഒരു കള്ളനോമ്പിന് ഒരു കാര്യത്തിന് തെറ്റിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 5 വിധത്തിലുള്ള വലിയ പാപങ്ങൾ, മോർട്ടൽ സിൻ ഉണ്ടായി. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പം നിരുപാധികമായിട്ട് അതുപോലെ തന്നെ സ്നേഹിച്ചതുപോലെ ക്ഷമിക്കാൻ സാധ്യതയുള്ളത്, ക്ഷമിച്ചെങ്കിലേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. എന്നോട് ദേഷ്യമുള്ളവരോട്, എനിക്ക് ദ്രോഹം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് ക്ഷമിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ അങ്ങോട്ട് ചെയ്തോ ഇല്ലയോ എന്നല്ല ദൈവം, നീ അങ്ങോട്ട് ചെയ്തില്ലെങ്കിലും അവരിങ്ങോട്ട് ചെയ്യുകയാണ്. ഞാൻ പരിശുദ്ധന പുണ്യാളനാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല ദ്രോഹം, പക്ഷേ എനിക്ക് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അവരെന്നെ ഒരുപാട് ദ്രോഹം ചെയ്യുന്നുണ്ട്, അധിക്ഷേപിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, അവഹേളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ക്ഷമിച്ചു എന്നുള്ളത് എൻ്റെ തെറ്റാണ്. ഞാൻ നിരുപാധികം ക്ഷമിച്ചിരിക്കണം. പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, നേരിട്ട് പോയി ചെന്ന് ക്ഷമ ചോദിച്ച് മിണ്ടാൻ പറ്റത്തില്ല, ഒരു ഭയം കാണും, തീർച്ചയായിട്ടും കാണും. അത് അനുഭവമുണ്ട്, എനിക്കുമുണ്ട്. ഞാനും ഉള്ള മനുഷ്യരല്ലേ. അതിന് ദൈവത്തോട് അങ്ങ് മുട്ടിപ്പായിട്ട് പറയണം, കർത്താവ് എനിക്കത് പറ്റുന്നില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണം. അവരോടും കൂടെ ഒന്ന് പറയണേ, ഒന്ന് സഹായിക്കണേ. നടന്നിരിക്കും കേട്ടോ, ഞാൻ അനുഭവിക്കുന്നതാണ്. അത് നടന്നിരിക്കും. അവർ തന്നെ ഇങ്ങോട്ട് വന്ന് ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ ആ മനസ്സിൻ്റെ തീഷ്ണതയാണ് കർത്താവ് നോക്കുന്നത്. അല്ല ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ പോയാലൊന്നും പറ്റത്തില്ല. കഴിയുമെങ്കിൽ അങ്ങോട്ട് ചെന്ന് മിണ്ടുക, സംസാരിക്കുക, എല്ലാ തെറ്റുകളും തെറ്റിദ്ധാരണകൾ എല്ലാം പറഞ്ഞു തീർക്കുക. അത് നടക്കണം. എന്ത് ഭംഗിയായിട്ട് ആചരിക്കണം. അപ്പോൾ കർത്താവ് നമ്മൾ അതായത് നമ്മൾ കുറച്ച് വെയിറ്റ് എടുത്താൽ അതിൻ്റെ 10 മടങ്ങായിട്ട് ദൈവം എടുക്കും. നമ്മളെ
സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഉള്ളതാണ്, സമൂഹത്തിലെ എളിയവരെയും ഒക്കെ കൂടുതൽ പരിഗണിച്ചിട്ടുണ്ടോ? എളിയവരായിട്ടുള്ളവർ, തള്ളിക്കളഞ്ഞ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ടവരെയൊക്കെ, അവഗണിക്കപ്പെട്ട് നിൽക്കുന്നവർ, ഒറ്റപ്പെടുത്തപ്പെട്ട്, ഇതൊക്കെയുള്ള സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കാണുന്നില്ല. നമ്മുടെ സമൂഹത്തിലെന്ന് പറയുമ്പോൾ ഇടവകൾ, പള്ളികളിലുണ്ട്, മറ്റ് സമൂഹങ്ങളിലുണ്ട്, നമുക്ക് ഭക്ത സംഘടനകൾ ഒരുപാട്. ഭക്ത എന്നൊക്കെ പറയുന്നത് ഞാൻ അത് വേറെ വാക്കാ പറയേണ്ടത്. ഭക്തമല്ല, അത് ഭക്തിയല്ല. അങ്ങനെ മാറ്റിയെടുത്തുന്ന ഭക്തിയാണോ? ചിലരുടെ ഇഷ്ടത്തിന് മാത്രം കുറച്ച് പേര് ഒരു സംഘടനയിൽ തന്നെ ഗ്രൂപ്പ് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഭക്തിയാണോ? ഭക്ത സംഘടനയാണോ? ചെകുത്താൻ്റെ ഭക്ത സംഘടനയാണ്. ദൈവത്തിൻ്റെ ഭക്ത സംഘടന എന്ന് പറയാൻ ഞാൻ അങ്ങനെ നമ്മളങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെ കാണും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ എന്ത് വലിയ തെറ്റാണ്. നിങ്ങളിങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നവരോട് നിങ്ങൾ അവരെ ആദരിച്ചിരിക്കണം. ഈ 50 നോയമ്പിൽ ഈസ്റ്ററിന് ആഘോഷിക്കുന്നതിന് മുമ്പ്, ഉത്ഥാനം ആഘോഷിക്കുന്നതിന് മുൻപ്, ആ കുർബാന ആരാധനയ്ക്ക് മുൻപ്, ആ ശുശ്രൂഷയ്ക്ക് മുൻപ് അവരെ ആദരിച്ചിരിക്കണം. മനസ്സുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയിലൂടെ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കില്ല. വിശുദ്ധ യാക്കോബ് ഇതൊക്കെ പറയുന്നുണ്ട്. വിശുദ്ധ അപ്രയമും അംബ്രോസും ഒക്കെ ഇതൊക്കെ അയാൾ പഠിപ്പിക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു പോയെങ്കിൽ പോലും ഏറ്റവും വലിയ തെറ്റാണ്. അറിയാതെ വന്നു പോയിട്ടുള്ളതാണെങ്കിൽ അത് കർത്താവ് ക്ഷമിക്കും. പക്ഷേ നമ്മൾ അറിയാതല്ല, നിത്യവും ഇങ്ങനെ അങ്ങ് നടക്കുമ്പോഴേ ഗ്രൂപ്പ് ചേർന്ന ഒരു സംഘടനയിൽ ഗ്രൂപ്പ് ചേർന്ന അവർ മതങ്ങൾ മാത്രം, മറ്റുള്ളവരുടെ കൂടെ കൂട്ടത്തില്ല. അവരറിയരുത്, നമ്മൾ സംസാരിക്കാൻ അറിയരുത്, നമ്മളെടുക്കുന്ന തീരുമാനം അറിയരുത്. അവരിങ്ങനെ കൂട്ടത്തിൽ ഒപ്പിട്ട് അംഗബലത്തിനുണ്ടായിരുന്നാൽ മതി. പലയിടത്തും നടക്കാൻ സാധ്യതയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഇതിപ്പോൾ രാഷ്ട്രീയ സംഘടനകളിലും എല്ലായിടത്തുമൊക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെയാണ് നമ്മുടെ ഇടവകളിലും രൂപത, എല്ലായിടത്തും നമ്മുടെ ഈ ആത്മീയ സംഘടനകളിലെല്ലാം അങ്ങനെ വരുന്നുണ്ട്. ഏത് തലത്തിലായാലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ തെറ്റാണ്. കപട ജീവിതം കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. എന്തുവാ? കപട ജീവിതം. പാവം അവരെയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫരിസേരെ, നിയമജ്ഞരെയൊക്കെ കർത്താവ് പറഞ്ഞത്, ശാസ്ത്രികളെയൊക്കെ പറഞ്ഞത്, നിങ്ങൾക്ക് ദുരിതം, കപട ഹൃദയരെ നിങ്ങൾക്ക് ദുരിതം എന്നാണ് പറഞ്ഞിരുന്നത്. അവർക്ക് ദുരിതമാണ്, അത് വേറൊന്നും അവർക്കുണ്ടാകാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ഉടനെ ഒന്നും അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം ദൈവം നമ്മളോട് എപ്പോഴും ക്ഷമിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പലരുണ്ട്. ആ പ്രാർത്ഥനകൾ കേൾക്കും. ദൈവം നമുക്ക് അവസരം കൂടുതൽ നീട്ടിത്തരും ചെയ്യുന്നതിന്. അത് ഉടനെ അങ്ങനെ നടക്കുമെന്നൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് അത് അത്ര വലിയ തിന്മയായിട്ട് തന്നെ കാണണം കേട്ടോ. അത്രയും വലിയ തിന്മയായിട്ട് തന്നെ നമ്മൾ കാണണം. സീരിയസ്നെസ് അതിന് ഉണ്ടാകണം, നമുക്ക് ഗൗരവം ഉണ്ടാകണം അതിൻ്റെ. അതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്. നമ്മൾ ദൈവാലയ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുള്ള, ആഴ്ചയിൽ ഒരു ദിവസം കർത്താവ് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അന്ന് അതിൽ തുടങ്ങി ഇങ്ങനെ വെളിപാട് വരെ വരുന്നുണ്ട്. അപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതൊക്കെ എത്ര ദിവസം കൊണ്ട് പറഞ്ഞു തരും. നമ്മുടെ അതില്ല, ഞാനിങ്ങനെ പറയുകയാണ്, ആദ്യം മുതലേ ഉണ്ട്. അപ്പോൾ നമ്മുടെ മതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്, ഒന്നാണ് ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള ദിവസം ദൈവിക ആവശ്യത്തിന് ഉപകരിക്കുക. ആത്മീയമായ ആവശ്യത്തിന്, ദൈവിക കാര്യങ്ങൾക്ക്, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ചോദിക്കുക, നമ്മൾക്ക് ഇന്ന് ജോലിയുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ചില ഇപ്പോഴേ ക്രിസ്ത്യാനികളുടെ ആഘോഷ ദിവസങ്ങളിലൊക്കെയാണ്, വിശുദ്ധ ദിവസങ്ങളിലൊക്കെയാണ് അവർ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ ഒക്കെ നടത്തുന്നത്. ചില കോഴ്സുകൾ നടത്തുന്നത് ഉദ്യോഗസ്ഥർക്കാണ്. ചില കോഴ്സുകൾ അവിടെ പോകാതിരിക്കുക. ഇപ്പം തന്നെ നമ്മൾ അറിയാമല്ലോ, ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ അങ്ങനെയൊക്കെ വെച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ ഇതിലൊന്നും സംബന്ധിക്കാതിരിക്കുക. എന്നിട്ട് അപ്പോൾ അങ്ങനെ ക്രമേണ അവരെ മതത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകറ്റുക. ഒരു മതത്തിനാണ്, നമ്മൾക്ക് മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യാനികളോട് മാത്രമേ ഉള്ളൂ ഈ വിവേചനം. അത് ഓർമ്മയിരിക്കണം. അപ്പോൾ അതുപോലെ നമ്മളും കൂടെ അതിന് കൂട്ട് നിന്നുകൊണ്ട് ദൈവത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. ദൈവാലയ കാര്യങ്ങളിൽ അവിടെ അനുഷ്ഠിക്കുന്ന ആരാധനാ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. വിശുദ്ധ കുർബാന
വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, പ്രാർത്ഥനകൾ, ആരാധന ഇതൊന്നും ചെയ്യാതിരിക്കുക, വീട്ടിലും ചെയ്യാതിരിക്കുക. ഏറ്റവും വലിയ തെറ്റാണ് ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ച ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ജോലികളുമൊക്കെ വയ്ക്കുന്നു, ഇതിനൊക്കെ പോകണ്ടേ. ഇത് കഴിഞ്ഞിട്ട് പോവും, ദൈവം ബാക്കി കാര്യം നോക്കിക്കൊള്ളും, നടത്തിക്കൊള്ളും. നിങ്ങൾ ജോലി ചെയ്യുന്നു, അത്യാവശ്യമായിട്ട് ചില ജോലികൾ ചെയ്യേണ്ടി വരും, ജീവിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും, ന്യായമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയും എല്ലാം കഴിഞ്ഞ് ഭക്തിയോടുകൂടി അതൊക്കെ ആചരിച്ച് അതിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചിട്ട് പോകണം. എന്താ ഒരു ഉച്ചയ്ക്ക് പോയിക്കൂടെ, 10-11 മണിക്കോ 12 മണിക്കോ ഒക്കെ ജോലിക്ക് പോയിക്കൂടെ, ഒക്കെ പോകാം. പക്ഷേ നമ്മളത് ചെയ്യത്തില്ല, അങ്ങനെയുള്ള ജോലികളെ കാണത്തുള്ളൂ ഞായറാഴ്ച ദിവസമായിട്ട്. അപ്പോൾ അത് ചെയ്തുകൂടെ. അങ്ങനെ വിശുദ്ധ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ മുടക്കം വരുത്തിയിട്ടുണ്ടോ, അതിന് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പറയേണ്ടുന്നത്? എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. ദൈവത്തിന് നമ്മൾ വാഗ്ദത്തം ചെയ്ത സമയം ദൈവം നമ്മളോട് ആവശ്യപ്പെട്ട് നമ്മളിൽ കൊണ്ട് മാറ്റി വെച്ച് ഉടമ്പടിയായിട്ടാണത്, അത് മാറ്റി നിർത്തി വയ്ക്കപ്പെട്ടിട്ടുള്ള സമയം ആരും അറിയാതെ, ഇനി ദൈവവും കൂടെ അറിയാതെ വഞ്ചിച്ചെടുക്കുക. കണ്ണിൽ നോക്കിക്കൊണ്ട് കണ്ണിലെ കൃഷ്ണമണി അടിക്കുന്നത് വർത്തമാനമുണ്ടല്ലോ, നാട്ടിൽ ചൊല്ലുണ്ട്. അതുപോലെ ദൈവത്തെ നോക്കി ഇരുത്തിക്കൊണ്ട് തന്നെ അത് ആ സമയം അപഹരിക്കുക. ദൈവത്തിന് നമ്മൾ കൊടുത്തത് ഇനി തിരിച്ചെടുക്കുക. മോട്ടൽ സിന്നാണ്. നിലവിൽ ഈ വളരെ നിസ്സാരമാണെന്ന് ഞാൻ ഇപ്പോൾ ദൃഢരോടൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ ഈ ഈസ്റ്റർ ദിവസങ്ങൾ ആരാധനയ്ക്ക് വരാതെ കവലകളൊക്കെ ഇന്ന് കറങ്ങുന്നതാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അത് പള്ളികളിൽ തന്നെ അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പള്ളി കാണാം, ഇവിടുത്തെ ആരാധനകളെല്ലാം കാണാം. ഇനിയിപ്പോൾ അങ്ങോട്ട് വന്ന് നിന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ദൈവം ക്ഷമിച്ചോളും, അത് തെറ്റല്ല. നിങ്ങളൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് പറയുന്നത് ശരിപ്പെട്ട ഉണ്ടാകുമ്പോൾ അതേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞു, 2-3 പേരും ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേ ഞാനും എൻ്റെ ഭാഗ്യം ഞങ്ങളൊക്കെ തിരിച്ച് ചൂടാങ്ങ് പോയി. ഇനി എന്തോ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി അതേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ളവരോട്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുവെങ്കിൽ ഇത് വലിയ തെറ്റാണ്, തിന്മയാണ്, ക്ഷമിക്കാൻ പറ്റത്തില്ല. കപട ജീവിതം, പേര് ക്രിസ്ത്യാനിയുടെ പേര്, ആ പേരിന് അർഹതയില്ല, ആ പേര് ഉപയോഗിക്കരുത്. അങ്ങനെയാണ് എനിക്ക് വരുന്നത്. അത് ദൈവത്തിൻ്റെ സമയത്തെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുത്ത് തിരിച്ച് വഞ്ചിച്ചെടുക്കുക. ദൈവം അറിയുന്നുണ്ട്, അത് നമ്മൾ വഞ്ചിച്ചെടുക്കുക. കാരണം ദൈവം അവിടെ പിടിച്ചു പറിക്കുന്നില്ല ആ സമയം നമ്മളെ ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ നശിപ്പിക്കുന്നില്ല, നമ്മളില്ലാതാകുന്നില്ല. കാര്യം ശരിയാണ്. പക്ഷേ നമ്മൾ വഞ്ചിച്ചെടുത്തു. വഞ്ചന ദൈവത്തോട് ആരോടാണ് കാണിച്ചത്? മനുഷ്യരോടല്ല, ദൈവത്തോടെ. പിന്നെ മനുഷ്യർക്ക് ദുഷ്പ്രേരണ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല 5 പാവം വരുമ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം 5 പാവങ്ങളാണ് വരുന്നത്. അതൊക്കെ വലിയ തെറ്റുകളാണ് വരുന്നത്. പിന്നെ എന്നിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയെ നമ്മൾ ജീവൻ്റെ ഭക്ഷണമായിട്ട് കരുതുന്നിട്ടുണ്ടോ? അത് ഈ നോയമ്പ് കാലത്ത് പറ്റിയിട്ടുണ്ടോ? ഏറ്റവും വലിയൊരു പുണ്യമാണ് അത് വരേണ്ടത്. അങ്ങനെ നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ജീവൻ്റെ ഭക്ഷണമായിട്ട് കരുതിയിട്ടുണ്ടോ? ആത്മീയ ജീവൻ്റെ. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ചത്? എങ്ങനെയാണ് ഈസ്റ്ററിൻ്റെ ആ കുർബാന ആഘോഷമായിട്ട് സ്വീകരിച്ചത്? അരൂപിയില്ല, അതല്ലേ സാത്താനാണ് അവിടെ പ്രവർത്തിച്ചത്. യൂദാസിന് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, എല്ലാവർക്കും വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാവരും തന്നെയായിട്ടിരിക്കും. ആദ്യമേ യൂദാസിനെ കൊടുത്തു കർത്താവ്, അവനിൽ സാത്താൻ പ്രവേശിച്ചു, അവൻ ഇറങ്ങിപ്പോയി കളഞ്ഞു, തിന്മ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ കുർബാനയെ ആത്മീയ ഭക്ഷണമായിട്ട് ഇരിക്കുന്ന ഭക്ഷണത്തിൽ ആരെങ്കിലും വിഷം കലർത്തുമോ? ഇല്ലല്ലോ. അപ്പോൾ ആത്മീയ ഭക്ഷണമായിട്ട് ചെയ്യിക്കണം. അപ്പോൾ അല്ലാതെ ഇന്ന് ഭക്ഷണത്തിൽ വിഷം കലർത്തി പാപമാണ്. ഏതെല്ലാം പാപങ്ങളാണ് അതിൽ വരുന്നതെന്ന് ഓർമ്മ വേണം. ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് എടുക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ അതുപോലെ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ ആത്മശോധന ചെയ്ത് പാപങ്ങളെല്ലാം ഇന്നതെല്ലാം പാപങ്ങളായിരുന്നു എന്നൊക്കെ തീരുമാനിച്ച ശേഷം നടത്തുന്നതാണ്, ഏറ്റുപറച്ച് നടത്തുന്നതാണ്. എന്താണ്? പശ്ചാത്താപം ഉണ്ടായിട്ട് നടത്തണം. അതിനുള്ള സമയമൊന്നും ഇവിടെ ആരും കാണില്ല. അച്ഛൻ കുമ്പസാര കുട്ടിയിലിരുന്നാൽ നമുക്കെപ്പോഴും കാണാവുന്നതാണല്ലോ. ഓടിച്ചെന്ന് അങ്ങോട്ട് വരുന്ന പള്ളിയിലോട്ട് കയറി വരുന്ന വഴിക്ക് അച്ഛനവിടെ വെറുതെ വന്നിരിക്കുന്നു. എന്നാൽ പോയി ഒന്ന് പാവങ്ങളേറ്റു പറഞ്ഞേക്കാം. എന്തുവാണ് പറയുന്നതെന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ തന്നെ പാവമാണ്. പോട്ടെ. അപ്പോൾ ഇങ്ങനെ
ആത്മശോധന ചെയ്ത് എല്ലാം തീരുമാനിച്ച് ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് അതിന് പശ്ചാത്താപം ഉണ്ടായിട്ട് വേണം ചെന്ന് കുമ്പസാരിക്കാൻ. 10 മിനിറ്റൊക്കെ മതി, പള്ളിയിലോട്ട് യാത്ര ചെയ്ത് വരുന്ന സമയം മതി അതിന്. എന്നിട്ട് അങ്ങോട്ട് ചെന്ന് കുമ്പസാരിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയായിരുന്നു. അവർ കുമ്പസാരിച്ചില്ല, അതുപോലെ എനിക്കും കുമ്പസാരിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മനസ്സാപിച്ച് വീട്ടിലിരുന്ന് ഇതിനെല്ലാം ഒരുങ്ങിയാണ് വരുന്നതെങ്കിലും ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെയ്യത്തില്ല. കാരണം മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയാകരുത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുമ്പസാരം, ഈ കുമ്പസാരം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുമ്പസാരം എപ്പോഴാണ് നടത്തുന്നത്? മാസത്തിലൊരിക്കൽ മതി. എല്ലാ ആഴ്ചയും അങ്ങനെ കുമ്പസാരിക്കാം. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ കുമ്പസാരം നടത്തിയിരിക്കണം, ഇല്ലെങ്കിൽ അത് പാവമാണ്. ഒരു തവണയെങ്കിലും കുമ്പസാരിച്ചില്ല. അപ്പോൾ ഈ കുമ്പസാരം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്? നിത്യജീവനിലേക്കുള്ള ഒരു യോഗ്യത നമ്മൾ നേടുകയാണ്. ഏതാ? ഭക്ഷണത്തിന്, വിശുദ്ധ ഭക്ഷണം ഏതാ? വിശുദ്ധ കുർബാനയ്ക്ക്. അതിനുള്ള യോഗ്യത നേടുകയാണ് നമ്മൾ ഈ കുമ്പസാരത്തിൽ കൂടെ. അപ്പോൾ ഞാൻ പറയുന്നത് നിത്യജീവനിലേക്കുള്ള യോഗ്യതയാണ് വിശുദ്ധ കുമ്പസാരം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34 വാക്യവും 36-ാമത്തെ വാക്യവും, പാപത്തിലായിരിക്കുന്നവൻ പിശാചിൻ്റെ അടിമയാണ്. കർത്താവ് പറയുകയാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, 36-ാമത്തെ വാക്യം, നിങ്ങൾ തീർച്ചയായും സ്വതന്ത്രരാകും. പാപത്തിലായിരിക്കുന്നവൻ, കുമ്പസാരിക്കാത്തവൻ, കുമ്പസാരത്തിന് മുമ്പ് പിശാചിൻ്റെ അടിമയാണ് കർത്താവ്. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പുത്രൻ തമ്പുരാൻ നിങ്ങളെ മോചനം തരും, നിങ്ങളെ മോചിപ്പിക്കും, നിങ്ങളെ സ്വതന്ത്രരാക്കി വിടും. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. അപ്പോൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ആണ് പുത്രൻ തമ്പുരാൻ പാപത്തിലായിരിക്കുന്ന നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ പാപബോധത്തിൽ നിന്നും, പാപത്തിൽ നിന്നും സ്വതന്ത്രരാക്കുന്നത്. ആ ഭാഗം നമ്മൾ ഒന്ന് നോക്കുക. അത് ശരിക്ക് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത് ഈ ജീവനിലേക്കുള്ള, ജീവൻ്റെ ഭക്ഷണത്തിനുള്ള യോഗ്യതയാണ്. അങ്ങോട്ട് കയറുന്ന, അവിടെ കയറാനുള്ള യോഗ്യത നമുക്ക് ഈ വിരുന്നിനൊക്കെ പോയാൽ നമ്മളെ വിളിക്കണമല്ലോ. അതല്ലേ നമ്മളെ യോഗ്യത കണ്ട് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെ യോഗ്യനാക്കുന്ന അതിന് ചെല്ലാൻ. മറ്റുള്ളവർ നോക്കിയിരുന്നാലും പലരും പോയില്ലായിരിക്കും, അവരെ വിളിച്ചിട്ടില്ലായിരിക്കും. നമ്മൾ പോകുന്നത് നമ്മൾ യോഗ്യനായതുകൊണ്ടാണ്. അത് മനസ്സിലാക്കണേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ച് നമ്മൾ വിശുദ്ധ ഓശാന തിരുനാൾ, വിശുദ്ധ കുർബാന സ്ഥാപനം, പെസഹ, അതായത് പെസഹ, പിന്നെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെല്ലാം ഓർത്ത് ധ്യാനിക്കുന്ന ദുഃഖവെള്ളി, പിന്നെ ഈ വലിയ പെരുന്നാളായ ഈസ്റ്റർ, ഇതെല്ലാം നമ്മൾ ഭൗതികമായ ആഘോഷങ്ങളായിട്ട് മാത്രം മാറ്റിയെങ്കിൽ പാപമാണ്. എന്തിനാ? കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ 5 തരം പാപമാണ്. ഭൗതികമായ ആഘോഷമായിട്ടാണോ നമ്മൾ മാറ്റിയത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആത്മശോധന ചെയ്യണം. തീർച്ചയായിട്ടും ഇതിപ്പം ചെയ്യണം. അങ്ങനെയാണ് വേണ്ടിയത്. അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്ക് മുൻപായിട്ട് വീട്ടിലിരുന്ന് ഇന്ന് തന്നെ ചെയ്യുക. ഇന്ന് മുതൽ ഒരുക്കവുമാണ്. അപ്പോൾ അത് ആത്മീയ ആഘോഷമായിട്ട് ആചരിച്ചെങ്കിൽ ആണ് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആത്മശോധനയിൽ നിങ്ങൾ വലിയ പുണ്യത്തിന് ഉടമകളായി തീർന്നു. എന്നിട്ട് ഇതെല്ലാം ആഘോഷിച്ചപ്പോൾ, ഈസ്റ്റർ ആഘോഷിച്ചപ്പോൾ നിങ്ങൾക്ക് ദൈവരാജ്യ പ്രവേശനത്തിനുള്ള പ്രത്യാശ നിങ്ങൾക്കുണ്ടായോ? മരണത്തിന് നമുക്കുണ്ടായോ? നിങ്ങളെന്നല്ല, എനിക്കും കൂടെ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ആഘോഷങ്ങളൊക്കെ ദൈവം പ്രീതിപ്പെടുന്ന വിധത്തിലായിട്ടുള്ളൂ, ദൈവത്തിന് പ്രീതിയാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് പ്രത്യാശ ഉണ്ടാകണം. നിത്യജീവനിലേക്കുള്ള പ്രത്യാശ എനിക്ക് ഉറപ്പിച്ച് കിട്ടി, ഉറപ്പായിട്ടുണ്ടെന്ന് പറയാൻ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് പറയാമോ? ഡബിൾ റോള് പറ്റത്തില്ല. സാത്താനാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഓരോന്നും ഇല്ലെങ്കിൽ ആ തലത്തിൽ നിങ്ങളെ സാത്താൻ നമ്മളെ പറ്റിച്ചു. അപ്പോൾ കപട നാട്യമാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപാധികളില്ലാത്ത നിസ്സീമമായ ക്ഷമയും സ്നേഹവും ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾക്ക് ക്ഷമിക്കാനും
സഹിക്കാനും സ്നേഹിക്കാനും സാധിക്കുമെങ്കിൽ ഇതെല്ലാം നമുക്ക് നിഷ്പ്രയാസം സാധിച്ചെടുക്കാൻ സാധിക്കും. അത് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടുന്നത്, ഞാൻ പറയുന്നത് മറ്റു ചില ക്രിസ്തീയ വിഭാഗങ്ങൾ, സഭയിൽ നിന്ന് വരെ പറയാൻ പറ്റും, വിഭാഗങ്ങൾ പറയുന്ന പോലെ കർത്താവ് ഉടനെ ഇനി വരുമെന്ന് ഞാൻ എൻ്റെ ദിവസമല്ല, പക്ഷേ സമീപിച്ചിട്ടുണ്ട്. ആദ്യകാല ആ നൂറ്റാണ്ടിൽ തന്നെ, ആദ്യത്തെ സഭയുടെ ആ സ്ഥാപനത്തിൽ തന്നെ, ആ സമയം തന്നെ കർത്താവ് പോയതുപോലെ, ഞാൻ പോയതുപോലെ തിരിച്ചു വരൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അപ്പസ്തോലന്മാർ പോലും വിചാരിച്ചിരുന്നവരെ പഠിപ്പിച്ചിരുന്നത് കർത്താവ് ഉടൻ വരും എന്നും പറഞ്ഞുകൊണ്ടിരുന്നു, എന്ന് ഉടൻ വരും. അപ്പോൾ ജാഗരൂകരായി, അതുകൊണ്ട് പറയുന്നത് എന്താ നമ്മൾ ചെയ്യണത്? ജാഗരൂകരായിട്ടിരിക്കണം. കർത്താവിനെ നമ്മൾ എതിരേൽക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. ജാഗരൂകത വേണം, ആ പ്രത്യാശ വേണം. ആ പരുഷ്യ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രത്യാഗമനം ഉടൻ സംഭവിക്കുക. അതിനെ അധികം എന്നാണ് അവരെ പഠിപ്പിച്ചിരുന്നത്. നമുക്കും ഇപ്പം പറയാവുന്നതാണ്, അധികം നാളൊന്നും, അധികം നൂറ്റാണ്ടുകൾ കാണാൻ ഇനിയും ഉണ്ടാകത്തില്ല, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ജാഗരൂകത എപ്പോഴും വേണം. ഇനിയും കാലതാമസം അധികം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഒരുക്കത്തോടെ കഴിയണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് ധ്യാനിക്കണം. അതിന് നമ്മൾ ഒരു 10-20 മിനിറ്റ്, അരമണിക്കൂറൊക്കെ എടുത്തുകൂടെ? തീർച്ചയായിട്ടും എടുക്കാം. ഒരു ദിവസം എടുത്ത് കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുടുംബ പ്രാർത്ഥനയിൽ ഇതെല്ലാം പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നോക്കുക, നമ്മൾക്കിതിൽ എവിടെയൊക്കെയാണ് വീഴ്ച വന്നതെന്ന്. ഞാനതിൽ പകരം ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 5 തരം പാവങ്ങളാണ്, വലിയ പാവങ്ങളാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെയൊന്നും പേടിക്കണ്ട, ഞാൻ പറഞ്ഞതാണ്. സംഗതി വാസ്തവമാണ്. പക്ഷേ ദൈവം എപ്പോഴും നമ്മളോട് ക്ഷമിക്കുന്നു, ധാരാളമായിട്ട് ക്ഷമിക്കുന്നു. അതുകൊണ്ട് ക്ഷമിക്കും, നമുക്കുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജാഗ്രതയോടെ കഴിയണം. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെല്ലാം സഹായിക്കട്ടെ. സകല വിശുദ്ധരുടെയും, പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും പ്രാർത്ഥനകൾ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. മാലാഖമാരും നമ്മൾക്ക് സഹായികളായിട്ട്, നമുക്ക് താങ്ങായിട്ട് നമ്മുടെ ഈ വിശുദ്ധീകരണ യാത്രയിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. മനസ്സിലെപ്പോഴും അത് തോന്നട്ടെ. ആ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.